ഫുട്ബോളിൽ നായകന്മാരെയെല്ലാം ആരാധനയോടെ നോക്കി നിന്നവർക്ക് നടുവിലേക്കായിരുന്നു സെർജിയോ റാമോസ് എന്ന വില്ലന്റെ കടന്നുവരവ്. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവൻ. ടീമിൻ്റെ കോട്ടമതിൽ പിളർത്തി പന്തുമായി വരുന്നവനെ തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം എടുത്ത് തടഞ്ഞു നിർത്തുന്നവൻ. ഒരുപാട് നായകന്മാരുടെ കണ്ണീര് വീഴ്ത്തി ഒരു ജനതയുടെ തന്നെ ആൻറ്റി ഹീറോയായാണ് റാമോസ് ഇപ്പോൾ കളം വിടാൻ ഒരുങ്ങുന്നത്. വില്ലത്തരങ്ങളിലൂടെ ഏതൊരു നായകനൊപ്പവും നിൽക്കുന്നവനായാണ് അവൻ പിന്നീട് മാറിയത്. കാളപ്പോരിൻ്റെ നാട്ടിൽ നിന്ന് അതേ കരുത്തോടെ അവൻ മൈതാനങ്ങളിൽ നിറഞ്ഞാടി. ഒരേ ഒരു വ്യത്യാസം മാത്രം, ചുവപ്പ് കാണിച്ച് കാളകളെ പ്രകോപിപ്പിച്ചിരുന്നെങ്കിൽ കളിക്കളത്തിൽ ചുവപ്പ് കാർഡുകൾ അവൻ്റെ വേട്ട പലകുറി അവസാനിപ്പിച്ചു. യൂറോ കപ്പും ലോകകപ്പും ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ള എല്ലാ വേദികളിലും കിരീടത്തിൻ്റെ മേലങ്കി അണിഞ്ഞാണ് റാമോസ് സ്പെയിനിൻ്റെ ദേശീയ കുപ്പായത്തിൽ നിന്ന് വിട പറയുന്നത്. റാമോസിൻ്റെ മുതുകിൽ 2 വരി പച്ച കുത്തിയിട്ടുണ്ട്. ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഡെസ്റ്റിനി, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ. ജീവിതത്തിലും കളിക്കളത്തിലും റാമോസ് കാഴ്ചവെച്ചതിൻ്റെ ചുരുക്കെഴുത്താണ് ഈ 2 വാചകങ്ങൾ. വിജയങ്ങൾക്ക് മാത്രമേ അവൻ്റെ മുഖത്തെ കടുപ്പം പോലും കുറയ്ക്കാൻ സാധിക്കൂ. ആധുനിക ഫുട്ബോളിൽ വിജയതൃഷ്ണ ഏറ്റവും കൂടുതലുള്ള താരം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് റാമോസ്. സഹതാരങ്ങൾ തോൽവി സമ്മതിച്ചാലും പോരാട്ട വീര്യം കൈവിടാതെ കളിക്കളത്തിൽ രക്തം ചിന്താൻ അവന് മടിയുണ്ടാകില്ല. അതിന് റയൽ മാഡ്രിഡിൻ്റെയും സ്പെയിനിൻ്റെയും ഒരുപിടി മത്സരങ്ങൾ ഉദാഹരിക്കാനുണ്ടാകും. സ്പെയിനിലെ സെവിയയിലാണ് റാമോസ് ജനിക്കുന്നത്. സെവിയയുടെ യൂത്ത് അക്കാഡമികളിലൂടെ കാൽപന്ത് കളിയുടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയ റാമോസ് ഏതു പൊസിഷനിലും കളിക്കാൻ കഴിവുള്ള ചുരുക്കം ചില താരങ്ങളിലൊരാളാണ്. പ്രതിരോധത്തിൽ ചിലന്തി വലകൾ തീർത്ത് എതിർപക്ഷത്തിൻ്റെ ആക്രമണങ്ങൾ തടയുമ്പോഴും മറുവശത്ത് ഗോളുകൾ നേടാൻ അവന് കഴിഞ്ഞിരുന്നു. പരിക്കൻ അടവുകളിലൂടെ തുടക്കം മുതൽ സെർജിയോ റാമോസിന് ഒരു വില്ലൻ പരിവേഷം ലഭിച്ചിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെയും സ്പെയിനിൻ്റെയും ആരാധകർക്ക് അതിൽ അല്പം വ്യത്യസ്ത അഭിപ്രായമുണ്ടാകും. കാരണം അവർക്കവൻ പോരാളിയാണ്, കടുത്ത തീരുമാനങ്ങളെടുക്കാൻ കഴിവുള്ളവൻ, സഹതാരങ്ങൾക്ക് വേണ്ടി ആരെയും തല്ലാൻ മടിയില്ലാത്തവൻ. അവനെങ്ങനെ അവർക്ക് വില്ലനാകും? സ്പെയിനിൻ്റെ സുവർണ തലമുറയിലെ പ്രധാന താരമായിരുന്നു റാമോസ്. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിൽ സ്പെയിൻ കിരീടം ചൂടുമ്പോഴും 2 യൂറോ കിരീടങ്ങൾ സ്പെയിനിലേക്ക് എത്തിക്കുമ്പോഴും അവൻ പാറ പോലെ പ്രതിരോധത്തിൽ ഉറച്ചു നിന്നിരുന്നു. ഖത്തർ ലോകകപ്പിൽ സ്പാനിഷ് പരിശീലകൻ ലൂയിസ് എൻറിക്കയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിക്കാത്തത് കൊണ്ട് മാത്രം സ്പെയിൻ ടീമിന് പുറത്തായിരുന്നു റാമോസിൻ്റെ സ്ഥാനം. PSG വേണ്ടി 36-ാം വയസ്സിലും പ്രായത്തെ അപ്രസക്തമാക്കി അവൻ നിറഞ്ഞാടിയിട്ടും സ്പെയിനിൻ്റെ മാറി മാറി വന്ന പരിശീലകർ ഈ ഇതിഹാസത്തെ പലകുറി മാറ്റി നിർത്തി. പരാതികളില്ലാതെ അവൻ മറുഭാഗത്ത് താനിപ്പോഴും ടീമിലെ 1-ാം നിരയ്ക്ക് ഉതകുന്നവനാണെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നീണ്ട കാത്തിരിപ്പിന് ബലമുണ്ടാകില്ലെന്നുറപ്പിച്ചിട്ടാകും ഒടുവിൽ ആ ചുവന്ന കുപ്പായത്തോട് വിട പറയാൻ അവൻ തീരുമാനമെടുത്തത്. ലോക ഫുട്ബോളിൽ ഇനിയും നായകന്മാരും വില്ലന്മാരും ഉദയം കൊണ്ടേക്കാം. പക്ഷേ റാമോസിനെ പോലൊരു വില്ലൻ ഇനിയൊരു പക്ഷേ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ കളി കണ്ട് വളർന്ന തലമുറയ്ക്ക് മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച റാമോസ് ക്ലബ് ഫുട്ബോളിൽ ഇനിയും തുടരുമെന്നത് തന്നെയാണ് അല്പം ആശ്വാസം നൽകുന്നത്.